ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു കിടക്കാച്ചി വീഡിയോ ആണ് ഗൈസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു വണ്ടി ഇത് റീസ്റ്റോർ ചെയ്യാനുള്ള പരിപാടിയാണ് ഗൈസ്. അപ്പോൾ നമുക്കൊരു വണ്ടി അവിടെ ഒരു കിടപ്പുണ്ടെന്ന് ഒരു മച്ചാൻ ഇങ്ങനെ പറഞ്ഞു. ആ വണ്ടിയുടെ ഓണർ തന്നെയാണ് പറഞ്ഞത്, വണ്ടി ഇങ്ങനെ കിടപ്പുണ്ട്, ഉപയോഗശൂന്യമായിട്ട് കിടക്കുവാണ്, ബ്രോ വന്ന് എടുത്തോളാൻ പറഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മളെന്താണേലും നമ്മുടെ ഗ്യാരേജ് തുടങ്ങിയിട്ട് ഒരു വണ്ടിയൊന്നും ഇതുവരെ വന്നില്ലായിരുന്നു. സോ നമ്മളപ്പം ആ വണ്ടി എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് റെഡിയായിട്ട് കോട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണ് ഗൈസ്. ചെറിയൊരു എഡിറ്റിംഗ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ നമ്മൾ വന്നിട്ട് ഇനി ചെയ്യുന്നുള്ളൂ ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് പോയി വണ്ടി എടുക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വണ്ടി ഗൈസ് എടുത്ത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കഴുകാനൊക്കെ. അപ്പോൾ അത് ഓണായിട്ട് കേൾക്കുന്നു, ഇനി ബ്ലോക്കായി ഗൈസ്. ഇതെന്തുമായി കിടക്കുന്നതെന്ന് നോക്ക് ഗൈസ്, എൻ്റെ പൊന്നു ഗൈസ്. അപ്പോൾ എന്നാണ് നമുക്ക് പെട്ടെന്ന് ഈ വണ്ടി അങ്ങോട്ട് മാറ്റാം ഇവിടുന്ന്, അല്ലെങ്കിൽ ഇവന്മാരുടെ വല്ല തെറി കേൾക്കേണ്ടി വരും ഗൈസ്. സോ ഗൈസ്, അപ്പം നമ്മൾ പോകേണ്ടതെന്ന് പറഞ്ഞാൽ മൗണ്ടെയിനിലോട്ടാണ് ഗൈസ്. ഇവിടുന്ന് ഏകദേശം നല്ലൊരു അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട്. സോ നമ്മളിപ്പം ഫാസ്റ്റിൽ പോയാലേ നടക്കത്തുള്ളൂ. സോ അപ്പോൾ എന്താണേലും നമുക്ക് അവിടെ ചെന്നിട്ട് വിശേഷങ്ങൾ കേൾക്കാം. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറാം ഗൈസ്. ഇവിടെയൊക്കെ നല്ല ലാഗ് അടിക്കുന്നുണ്ട് ഗൈസ്. അത് വണ്ടിയുടെയൊക്കെ വരുന്നതുകൊണ്ടാണ്. വണ്ടി ഓഫാക്കിയിട്ടാലും മടുപ്പാണ് ഗൈസ്. നമ്മൾ നേരെ ആ വണ്ടി എടുക്കാൻ പോകുന്നത് മൗണ്ടെയിനിലോട്ടാണ് ഗൈസ്. അപ്പം മൗണ്ടെയിനിലാണ് ആ വണ്ടി അവിടെ കിടക്കുന്നത്. മൗണ്ടെയിൻ ചെന്നിട്ട് വിളിച്ചാൽ മതി എന്നാണ് പുള്ളി പറഞ്ഞത്. ആ ഒരു സ്ഥലത്ത് ചെന്നിട്ട് വിളിച്ചാൽ എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം നമുക്ക് ഗൈസ് നേരെ അങ്ങോട്ട് വിടാം. അപ്പോൾ ഒത്തിരി താമസിപ്പിക്കുന്നില്ല. സോ നമുക്ക് നേരെ അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ ദൂരം ഓടിയിട്ടാണ് ഗൈസ് ഇവിടെ വന്നത്. നമ്മൾ കുറച്ച് ബ്രേക്കൊക്കെ എടുത്ത് ഫുഡൊക്കെ അടിച്ചാണ് ഗൈസ് ഇവിടെ വന്നത്. അപ്പോൾ വന്നപ്പോഴത്തേക്കും വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. ഭയങ്കര ശോകമായിട്ട് കിടക്കുവാണ് വണ്ടി. വണ്ടി നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ ഗൈസ്, മൊത്തം ഇടിച്ച് പറഞ്ഞ് പുള്ളിയുടെ ഓൾറെഡി ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞാണ് ഗൈസ് വണ്ടി. പിന്നെ ഇവിടെ അങ്ങ് ഇട്ടേക്കുവാണ് ഗൈസ്. ഇതില്ല, ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുവാണ്. പുകയൊക്കെ കണ്ട ഗൈസ്, കറുത്താണ് വരുന്നത്. പിന്നെ വണ്ടിയും ഫുള്ള് ബോഡിയൊക്കെ കണ്ടില്ല ഗൈസ്, ഫുള്ള് പോയേക്കുവാണ്. സോ നമ്മൾ നേരെ ഇവിടുന്ന് സർവീസ് കഴിഞ്ഞിട്ടേ നമുക്ക് എന്നെയാണ് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ റിക്കവറി വാനായിട്ടല്ല ഗൈസ് വന്നത്. ഇതാണ് ഒരു വിഷയം. നമ്മൾ മറ്റേ വണ്ടിയായിട്ടല്ലേ വന്നത്, സിറ്റി ആയിട്ടല്ലേ വന്നത്. അപ്പോൾ സിറ്റി അവൻ കൊണ്ടുപോയി, സിറ്റി നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ടോളും. നമുക്ക് ഈ വണ്ടിയും കൊണ്ട് ഇനി ഇവിടുന്ന് പണി കഴിഞ്ഞിട്ടേ പോകാൻ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇവനെ എടുത്തുകൊണ്ട് പോകാം, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. റിക്കവറി വാൻ എടുത്തുകൊണ്ട് വരുമായിരുന്നെങ്കിൽ സോ ബെറ്റർ അതായിരുന്നു. ഇവിടെ ഗൈസ് ചില്ല് ഫുള്ള് പൊട്ടിപ്പോയി. ഇതിന് എങ്ങനെ പണിതെടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അപ്പോൾ ഭാഗ്യത്തിന് കൂളറിനൊന്നും ഒന്നും പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. എൻ്റെ കൂളറിനൊന്നും കാര്യങ്ങളൊക്കെ ഒന്നും, വണ്ടിക്ക് എൻജിന് കുഴപ്പമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. അറിയത്തില്ല ഗൈസ്. നമുക്ക് എന്താണെങ്കിലും ഈ വണ്ടിയും കൊണ്ട് പോകാം, വേറെ നിവൃത്തിയില്ല ഗൈസ്. റിക്കവറി വാനും എടുത്തില്ല, അതാണ് ഗൈസ് ഏറ്റവും വലിയൊരു പണിയായത്. അല്ലായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയെ കയറ്റിയിട്ടാൽ മതിയായിരുന്നു ഇവനെ, എന്നിട്ട് നമുക്ക് അവിടെ എത്തിക്കാമായിരുന്നു. ഇപ്പം നമ്മൾ വാനും എടുത്തില്ലാണ്ട് പെട്ടുപോയി ഗൈസ്. മാത്രമല്ല നമ്മുടെ വാന് നമ്മുടെ കയ്യിലല്ല ഗൈസ്, വേറെ ഒരു പുള്ളിയുടെ കയ്യിലാണ് വാനിരിക്കുന്നത്. അതായത് ഇച്ചിരി ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ വാനൊരു പുള്ളിയുടേക്ക് കൊടുത്തിട്ടുണ്ട്. ഐ മീൻ റിക്കവറി വാൻ. അതപ്പോൾ കിട്ടുമായിരിക്കും ഗൈസ് ഉടനെ. അത് കിട്ടിയാൽ നമുക്ക് ഇങ്ങനെ കിടക്കുന്ന വണ്ടിയെല്ലാം നമ്മൾ റീസ്റ്റോർ ചെയ്തെടുക്കുന്നതായിരിക്കും ഗൈസ്. നമ്മൾ അതിനായിട്ട് ഗ്യാരേജ് പണിതില്ല, ഞാൻ കാണിച്ചില്ല കഴിഞ്ഞ വീഡിയോയിൽ. അതുപോലെ തന്നെ നമ്മളൊരു ഗ്യാരേജിലോട്ട് ഇങ്ങനെ റിക്കവർ ചെയ്യാനുള്ള വണ്ടിയൊക്കെ കൊണ്ടുപോകുന്നതായിരിക്കും. എവിടെ വണ്ടി ഇങ്ങനെ ഉപയോഗിച്ചതിനായിട്ട് കണ്ടാലും നമ്മൾ വിളിച്ച് അന്വേഷിച്ച് നമ്മൾ വണ്ടി പോക്കും ഉറപ്പാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നുമില്ല ഗൈസ്, ഏത് വണ്ടി കിട്ടിയാലും നമ്മൾ എടുക്കും. നമുക്ക് എന്നാലും ഇവിടുത്തെ വർക്ക്ഷോപ്പിൽ കയറ്റി വണ്ടി ഒന്ന് ഫുള്ള് ക്ലീനാക്കി റിപ്പയറാക്കി നമുക്ക് വണ്ടി ഇറക്കാം ഗൈസ്. അല്ലാണ്ട് ഇതും കൊണ്ട് ഇനി അങ്ങ് വരെ വീട്ടിൽ വരെ ചെല്ലാൻ പറ്റത്തില്ല ഗൈസ്. എപ്പോൾ ചെല്ലാനാണെന്ന് എനിക്കറിയത്തില്ല. കണ്ടില്ലേ, സ്റ്റിയറിങ്ങൊക്കെ എത്ര ഓടിച്ചാലും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, അനങ്ങത്തില്ല.
ഇല്ല വണ്ടി സൈഡൊക്കെ ഫുള്ള് ഇടിച്ച് ചപ്രിയായിട്ടിരിക്കും ഗൈസ്. ഇപ്പം നമുക്ക് എന്നാണേലും ജസ്റ്റ് വണ്ടി റിപ്പയർ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മൗണ്ടെയിനിലാണ് അതിന് വന്നിരിക്കുന്നത്. മൗണ്ടെയിൻസിൻ്റെ പമ്പിൻ്റെയൊക്കെ അവിടെ സെറ്റപ്പിൽ ബാക്കിലൊരു ഇതുണ്ട് ഗൈസ്, അവിടെയാണ് നമ്മളിപ്പോൾ പണിയുന്നത്. സോ നമുക്ക് നേരെ കയറ്റി അങ്ങ് റിപ്പയർ ചെയ്യാം കേട്ടോ. ഗൈസ് അപ്പോൾ റിപ്പയർ ആയിട്ടുണ്ട്, നല്ലൊരു തുക അത്യാവശ്യം പോയിട്ടുണ്ട് ഗൈസ്. ഇനി വണ്ടി വാഷും കൂടെ ചെയ്യണം, എന്നാലേ ഫുള്ളി നീറ്റാകത്തുള്ളൂ വണ്ടി. ഗൈസ് അപ്പോൾ നേരെ നമുക്ക് വാഷ് ചെയ്യുന്നിടത്തോട്ട് വോളി വെച്ച് കുറച്ചിട്ടേ ഗൈസ്. എല്ലാവരും ഞാൻ പറയുന്നൊന്നും കേൾക്കുമല്ല, അല്ലെങ്കിൽ ഇത് എഡിറ്റിംഗ് സമയത്ത് ഈ വോളിയും ഞാൻ കുറയ്ക്കും ഗൈസ്, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അല്ലെങ്കിൽ ഞാൻ പറയുന്നൊന്നും കേൾക്കത്തില്ല ഗൈസ്. എനിക്ക് മൈക്കില്ല, ഓൾറെഡി മൈക്ക് ഉണ്ടായിരുന്നത് ഒരു ഹെഡ്സെറ്റായിരുന്നു, അത് പോയി. സോ ഇനിയിപ്പോൾ നമുക്കിനി വഴിയെ ഒരു മൈക്കൊക്കെ മേടിക്കാം ഗൈസ്. ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു സ്റ്റുഡിയോ പണിയാനിരുന്നതാണ്. സോ സ്റ്റുഡിയോ ഇതുവരെ സെറ്റായിട്ടില്ല. സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊന്നുമില്ല, ഇതൊരു ഷീറ്റ് പോലെ ഇങ്ങനെ അടിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇതിന് സാമ്പത്തിക തകരാറ് കാരണം സ്റ്റുഡിയോ നമ്മൾ മാറ്റി വെച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ വണ്ടിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി നല്ല നീറ്റായിട്ടുണ്ട് ഗൈസ്, കണ്ടില്ലേ? നമ്മളവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലം ഉണ്ടല്ലേ. വണ്ടി നല്ല സെറ്റായിട്ടുണ്ട് ഗൈസ്. കഴുകി നമ്മൾ ആ വണ്ടി എടുത്ത് എങ്ങനെയാണെന്നും ഇപ്പോഴും കൂടെ നിങ്ങൾ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ, വണ്ടി എങ്ങനെയുണ്ടെന്ന് ഗൈസ്. അപ്പോൾ ഇതിനെ നല്ലപോലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും, വണ്ടിക്ക് നല്ലപോലെ കിറ്റൊക്കെ ആഡ് ചെയ്ത് ഒരു റൂഫ് ബോക്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഒരു കസ്റ്റം ഗ്രാഫിക്സ് വർക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്കും ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സൂപ്പറായിട്ട് കാണാൻ പറ്റും ഗൈസ്. നിങ്ങൾ CPM ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കാണാൻ പറ്റും, അടിപൊളിയായിട്ട്. ബാക്കിയൊക്കെ നല്ല സെറ്റാണ് ഗൈസ്, നമുക്ക് അതിനാലും അടച്ചിട്ടേക്കാം. ഇതപ്പോൾ ഈ വണ്ടി ഇനി ഒത്തിരി അപ്ഡേറ്റ് നമ്മൾ ചെയ്യും, ഫുള്ള് നമ്മൾ വണ്ടി അങ്ങ് മോഡിഫൈ ചെയ്യാൻ പോകുന്നു. അപ്പോൾ സോ ഗൈസ് എല്ലാവർക്കും ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഇനി കാണാനായി നിങ്ങൾ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇത്രയും പറയാനുള്ള ഗൈസ്, തന്നെ പിന്നെയും പറഞ്ഞ് പറയാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ചെറിയൊരു വീഡിയോ ഉടൻ കൊണ്ട് നമ്മൾ നിർത്തുവാണ് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ ഗൈസ്.